ട്രീ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് നമ്മള് ഉള്ളില് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാരണം നമ്മള് ആ സിനിമന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മള് ഒരു ഫ്രഷ് സിനിമ കണ്ടപ്പോൾ ഇത് പറയുന്ന സബ്ജക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ്. കാരണം ഏതൊരു മനുഷ്യനും ഒരു റീടേക്ക് കൊടുക്കുക, ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് എല്ലാവരുടെ ഉള്ളിൽ ഒരു പ്രശ്നം മറ്റൊരാൾക്ക് നെഗറ്റീവ് ആകുമ്പോൾ ഈ ആൾക്കത് പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് സാധനത്തിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. നമ്മളവിടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ നമുക്ക് ആ നെഗറ്റീവ് എന്തായി മാറും, പോസിറ്റീവായിട്ട് മാറും എന്നുള്ള ഒരു എല്ലാ നെഗറ്റീവുകളും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഭയങ്കര പോസിറ്റീവായി മാറും. ഭയങ്കര ലൈഫ് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആവും എന്നുള്ള കാര്യമാണ് ആ സിനിമ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഇമോഷണലി നമ്മൾ വല്ലാതെ കൊടുത്തി വലിക്കേണ്ടത്. അത് എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് പേഴ്സണലി അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ എനിക്കത് കണക്റ്റായത്. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്, അതായത് ജീവിതത്തിനും മരണത്തിനിടയിലുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ട്. അവിടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ചില മാനസികാവസ്ഥകളുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ പോയിട്ടില്ല, പക്ഷേ ഒരു ഡിപ്രഷൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യനും ഇങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവണത് നന്നാവുന്ന എൻ്റെ ഒരു അനുഭവം. കാരണം നമ്മൾ റിഫോം ചെയ്യും, നമ്മൾ പ്യുവറാവും. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവുകളുണ്ടോ അതൊക്കെ നമ്മൾ പോയിട്ട് ആ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെ പ്യുവറായി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഡിപ്രഷൻ ആ ഒരു സ്റ്റേജ് കടന്നു പോയപ്പോൾ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ടുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയില്ല, ഇതൊക്കെ നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഡിപ്രഷൻ്റെ സമയത്താണ് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഇങ്ങനെ അത് വേറെ ആളോട് പറയുമ്പോൾ ഭയങ്കര സില്ലി മാറ്റർ ആയിരിക്കും. പക്ഷെ അതിങ്ങോട്ടൊരു വലിയൊരു നെഗറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറും. ആ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അപ്പം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത്. അപ്പോൾ 50 സെക്കൻഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്ലി ഇന്നായി. സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യം.